28 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പ്രമുഖ കമ്പനികളായ കജാരിയ, ജോൺസൺ, സിംപോളോ, ജാഗ്വർ, ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ, സാനിറ്ററി വെയറുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. റോഡ് ചളിക്കുളമായി മാറി. കനത്ത മഴയിൽ റോഡിൽ ചളി വന്ന് അടിച്ചതോടെ ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് ഉൾപ്പെടുന്ന വാടാനംകുറിശി വില്ലേജ് സ്റ്റോപ്പിൽ നിന്നും തെങ്ങുംതോപ്പ് പ്രദേശത്തേക്കുള്ള റോഡിന്റെ അവസ്ഥയാണ് പരിതാപകരമായി തീർന്നിരിക്കുന്നത്. ഒരു മഴ പെയ്തപ്പോഴേക്കും റോഡിന്റെ അവസ്ഥ ഇതാണ്. പട്ടാമ്പി കുളപ്പള്ളി പാത നവീകരണത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്നത്. പ്രധാന റോഡ് ഉയർത്തി നവീകരണം കഴിഞ്ഞതോടെ ഇപ്പോൾ ഒരു മഴ പെയ്താൽ മാട് പ്രദേശത്തു നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ച് ഈ റോട്ടിലൂടെയാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. 20ഓളം കുടുംബങ്ങളുടെ ഏക സഞ്ചാരമാർഗം കൂടിയാണ് ഈ പാത. നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള ഏക റോഡ് കൂടിയാണ് ഇത്. ഇതാണ് ഇപ്പോൾ ചളിക്കുളമായി മാറിയിരിക്കുന്നത്. അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തത് തന്നെയാണ് ഇതിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാൻ പറ്റില്ല, സ്കൂൾക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെ പഞ്ചായത്തിന്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അത് ഓഡിറ്റോറിയം കൂടാതെ ഇവിടെ അവരെ വേസ്റ്റ് കുഴിയുണ്ട്. അവരെ എല്ലാവിധം കൊടുക്കുന്നുണ്ട്. മെമ്പറോട് പറയുമ്പോൾ മെമ്പർ പറയും ഇത് പ്രൈവറ്റ് വഴിയാണ്. ഇത്രയും വീടുകളുള്ള വഴിയിൽ പ്രൈവറ്റ് വഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും നടക്കൂല. അപ്പൊ കുറച്ച് കോറി വേസ്റ്റ് കൊടുത്താൽ മതി. 1.5 കൊല്ലം എന്റെ ഫോണ് മെമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇന്ന് നേരെ പോലത്തെ 3 പ്രാവശ്യം വിളിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ ബുദ്ധിമുട്ട്. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ മറിഞ്ഞു വണ്ടി കൊണ്ട്, 2 വീലർ കൊണ്ട്. ഇവിടെയുള്ള വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ മീനയിൽ നിന്ന് മാടിന്റെ അവിടെ നിന്ന് വരുന്ന കംപ്ലീറ്റ് വെള്ളങ്ങൾ കംപ്ലീറ്റ് ആ അഴുക്ക് വരുന്നത് ഇങ്ങോട്ടാണ്. അവരവരെ വീടിന്റെ മരം നേരാക്കും, അത് അടുത്ത മഴക്ക് ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? ഇതിന്റെ താഴെ ഒരു പാലം കിടക്കുന്നുണ്ട്. ആ പാലത്തിന്റെ അടിയിൽ കൂടെ ക്ലീൻ ആക്കുകയാണ് ചെയ്ത് വളരെ ഇതാവും. പിന്നെ ഈ റോഡ് പണി എന്ന് പറയുമ്പോൾ എന്തിനാ റോഡ് പണി എല്ലായിടത്തും ഇപ്പൊ പാലക്കാട് ടു കോഴിക്കോട് വരെക്കുള്ള റോഡ് പണി നടത്തത് ആദ്യം ചാലിന്റെ പണി വെച്ചിട്ടാ. ഇവിടെ എന്തിനാ ഇവര് പറയുമ്പോ ഇവര് JCB വരും, കുറച്ച് മണ്ണിടും. മനസ്സിലായില്ല? ഇത്രയും നമ്മൾ മിണ്ടാകുന്ന 20ഓളം കുടുംബങ്ങളുടെ ഏക സഞ്ചാരമാർഗം കൂടിയാണ് ഈ പാത. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും ഇതിലൂടെ വരാൻ കഴിയാത്ത സാഹചര്യമാണ്. വാഹനങ്ങൾ ചളിയിൽ കുടുങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിലേക്ക് രോഗികളെയും മറ്റും എത്തിക്കുവാനും വലിയ പ്രയാസം തന്നെ ഇവർ നേരിടേണ്ട അവസ്ഥയാണ്. വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ കുട്ടികളുടെ അവസ്ഥയും പരിതാപകരമാകും. രാത്രികാലങ്ങളിലോ പകലുകാലങ്ങളിൽ എപ്പോഴും മനുഷ്യർ രോഗം വരാന്ന് പറയാൻ പറ്റില്ല, അസുഖം വരാന്ന് പറയാൻ പറ്റില്ല. ഒരു സീരിയസ് കേസ് വന്നാൽ ആംബുലൻസ് എടുത്ത് ആ പുള്ളിക്ക് പുറത്തിറങ്ങി പോകേണ്ട അവസ്ഥ വരാൻ പോണു. ആ പലതവണ ആംബുലൻസ് താന്നിട്ട് ഞങ്ങൾ തള്ളി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നാളെ നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ പോവാണ് ജൂൺ 3. ഈ 18ഓളം വീട്ടിൽ 10-12 പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട് വാടാനംകുറിശി ഹൈസ്കൂളിലേക്ക്. ആ കുട്ടികൾ എന്ത് ചെയ്യും? ഈ ചളിയിൽ കൂടെ കുട്ടികളെ പറഞ്ഞു വിടാൻ പറ്റുമോ? ആ കുട്ടികൾ വാഹനത്തിൽ പോകുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ മെയിൻ റോഡ് വരെ നടന്നു വന്ന് ആ കുട്ടികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ റോഡിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ വരികയാണ്. ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും പാപ്പന്മാർക്കും ഇമ്മമാർക്കും. കുട്ടികളെ സ്കൂൾ വർക്കാണ് നാളെ രാവിലെ. അതേനാ ഒരു ഭാഗമില്ല അങ്ങോട്ട് പോകാൻ. ഒരാൾക്ക് കൊണ്ടാണ് ഈ ഉടവ് JCB മാറ്റിയിട്ട് ഇങ്ങനെ ആകെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാത്രിയും പകലും ഒന്നും നടക്കാം. ഒരു അത്യാവശ്യത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി ഒരു നിവൃത്തിയില്ല. എന്തെങ്കിലും ചെയ്തിട്ട് നാളേക്ക് ഇത് പരിഹാരം ചെയ്ത് കാണിച്ചു തരണം ഞങ്ങൾക്ക്. മഴ ശക്തമാകുമ്പോഴേക്കും ഈ റോഡിന്റെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനകം വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇവിടെ ഈ ചളിയിൽ കൂടെ എങ്ങനെ വണ്ടി പോകണത്? ഇതിലെ വണ്ടി പോകാൻ പറ്റില്ലല്ലോ. ഏത് വണ്ടിയാണെങ്കിലും ഇതിൽ പോകാൻ പറ്റില്ല. നമുക്ക് റിവേഴ്സ് ഇട്ട് നിർത്താം, ഇവിടുന്ന് ആരാഴ്ച കൊടുന്നോട്ടെ.